ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ വീട്ടിലെ അടുക്കളത്തോട്ടത്തിൽ അധികം കഷ്ടപ്പാടില്ലാതെ ഒരുപാട് വിളവ് തരുന്ന ഒരു പച്ചക്കറിയാണ് ചുരയ്ക്ക. വലിയ പരിചരണമൊന്നുമില്ലാതെ തന്നെ എനിക്ക് കിട്ടിയ ഈ നല്ല ഒന്നാന്തരം ചുരയ്ക്ക കണ്ടോ? ഇത് ഞാൻ എങ്ങനെയാണ് നട്ടത്, എന്തൊക്കെ വളങ്ങളാണ് നൽകിയത് എന്ന് വളരെ ലളിതമായി ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വീഡിയോ മുഴുവനായി കാണുക, സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ആദ്യമായി നമുക്ക് നല്ല ഇനം വിത്തുകൾ തിരഞ്ഞെടുക്കാം. ഞാൻ ഇവിടെ എടുത്തത് നല്ല നാടൻ ചുരയ്ക്കയുടെ വിത്താണ്. വിത്ത് വേഗത്തിൽ മുളയ്ക്കാൻ വേണ്ടി നടുന്നതിന് തലേ ദിവസം രാത്രി കുറച്ച് വെള്ളത്തിലോ അല്ലെങ്കിൽ കഞ്ഞിവെള്ളത്തിലോ ഇട്ട് വയ്ക്കുന്നത് നല്ലതാണ്. അതിനുശേഷം ചെറിയ ഗ്രോ ബാഗിലോ പ്ലാസ്റ്റിക് കപ്പിലോ മണ്ണും ചാണകപ്പൊടിയും ചകിരിച്ചോറും ചേർത്ത മിശ്രിതത്തിലേക്ക് ഈ വിത്തുകൾ താഴ്ത്തി വെക്കാം. ഒരു 4-5 ദിവസത്തിനുള്ളിൽ തന്നെ വിത്തുകൾ മുളച്ചു വരും. തൈകൾക്ക് 4 ഇലകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവ നിലത്തേക്കോ വലിയ ഗ്രോ ബാഗിലേക്കോ മാറ്റി നടാം. ഞാൻ ഈ നിലത്താണ് നടുന്നത്. അതിനായി നല്ല വെയിൽ കിട്ടുന്ന ഒരിടം നോക്കി ഒരടി താഴ്ചയിൽ കുഴിയെടുത്തു. ആ കുഴിയിലേക്ക് അടിവളമായി കുറച്ച് ചാണകപ്പൊടി, വേപ്പിൻ പിണ്ണാക്ക്, ഒരു പിടി എല്ലുപൊടി എന്നിവ മണ്ണുമായി നന്നായി യോജിപ്പിച്ച് ചേർത്തു. ഇതിലേക്ക് വേരുകൾക്ക് കേടുപാടുകൾ വരാത്ത രീതിയിൽ വേണം തൈകൾ മാറ്റി നടാൻ. നട്ടതിന് ശേഷം ചുവട്ടിൽ ചെറുതായി നനച്ചു കൊടുക്കണം. ചുരയ്ക്ക ഒരു വള്ളിച്ചെടി ആയതുകൊണ്ട് ഇതിന് പടരാൻ ഒരു പന്തൽ ഒരുക്കി കൊടുക്കണം. ഞാനിവിടെ ചെറിയൊരു കമ്പും കയറും ഉപയോഗിച്ചാണ് പന്തൽ കെട്ടിയിരിക്കുന്നത്. വള്ളികൾ പന്തലിലേക്ക് കയറുന്നത് വരെ ചെറുതായി ഒന്ന് കെട്ടിക്കൊടുക്കാം. ദിവസവും രാവിലെയും വൈകുന്നേരവും ആവശ്യത്തിന് നനച്ചു കൊടുക്കണം. പ്രത്യേകിച്ച് വേനൽക്കാലത്ത് മണ്ണ് ഉണങ്ങാൻ അനുവദിക്കരുത്. വള്ളി പന്തലിൽ എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ തലപ്പ് ഒന്ന് നുള്ളി വിടുന്നത് കൂടുതൽ ശാഖകൾ വരാനും പെൺപൂക്കൾ ഉണ്ടാകാനും സഹായിക്കും. ചെടി നന്നായി വളരാൻ ആഴ്ചയിലൊരിക്കൽ പുളിപ്പിച്ച കഞ്ഞിവെള്ളം അല്ലെങ്കിൽ കടലപ്പിണ്ണാക്ക് വെള്ളത്തിൽ ലയിപ്പിച്ച് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. ഇത് ചുരയ്ക്ക പെട്ടെന്ന് വളരാൻ സഹായിക്കും. ചുരയ്ക്കയെ ബാധിക്കുന്ന പ്രധാന വില്ലൻ കായീച്ചകളാണ്. പൂക്കൾ വിരിഞ്ഞ് ചെറിയ കായ്കളായി വരുമ്പോൾ തന്നെ അവ പ്ലാസ്റ്റിക് കവറോ പേപ്പറോ ഉപയോഗിച്ച് മൂടി വയ്ക്കുകയാണെങ്കിൽ കായ്ച്ചയുടെ ശല്യത്തിൽ നിന്ന് നമുക്ക് ചുരയ്ക്കയെ രക്ഷിക്കാം. കീടങ്ങൾ വരാതിരിക്കാൻ വേപ്പെണ്ണ ലായനി അടിച്ചു കൊടുക്കുന്നതും നല്ലതാണ്. ദാ നോക്കൂ കൂട്ടുകാരെ, നമ്മൾ നട്ട ചുരയ്ക്ക നല്ല വലുതായി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ വിളവെടുക്കാൻ പാകമായി. അധികം മൂക്കുന്നതിന് മുൻപ് തന്നെ നമുക്കിത് പറിച്ചെടുക്കാം. എങ്കിലേ കറി വെക്കാൻ നല്ല രുചിയുണ്ടാകും. ചുരയ്ക്ക ആരോഗ്യത്തിന് വളരെ നല്ലതും പെട്ടെന്ന് ദഹിക്കുന്നതുമായ ഒരു പച്ചക്കറിയാണ്. കേരളത്തിൽ ചുരയ്ക്ക വെച്ച് സാധാരണ ഉണ്ടാക്കാറുള്ള ചില സ്വാദിഷ്ടമായ കറികൾ ഓർക്കുമ്പോൾ എനിക്ക് മനസ്സിൽ ഓടി വരുന്നത് ചുരയ്ക്ക എരിശ്ശേരിയാണ്. ചുരയ്ക്കയും വൻപയറും ചേർത്ത് വേവിച്ച് ഒടുവിൽ വറുത്തരച്ച തേങ്ങ ചേർത്ത് ഉണ്ടാക്കുന്ന പരമ്പരാഗതമായ നാടൻ കറിയാണിത്. സദ്യകൾക്കും മറ്റും ഇത് തയ്യാറാക്കാറുണ്ട്. വളരെ കുറഞ്ഞ ചിലവിൽ വീട്ടിൽ തന്നെ വിഷമില്ലാത്ത ചുരയ്ക്ക നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം? നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത ഒരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.